ഇന്നലെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഏകദേശ ധാരണയായി, അതായത് എല്ലാവരും ഒരുമിച്ച് പറയുന്നു UDF അധികാരത്തിലേക്ക് വരുന്നു. അതും ലാൻഡ് സ്ലൈഡ് ആയിരിക്കും വിക്ടറി. 100-ന് മുകളിലും 115-ന് മുകളിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം വോട്ടിൻ്റെ പെർസെൻറ്റേജ് വോട്ടിങ് വളരെ ഹൈ ആയിരുന്നു. അതിനെപ്പറ്റി SIR-നെ പറ്റി പറയുന്ന ഇതൊക്കെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കാത്ത പല സിറ്റികളിലാണെങ്കിലും പല മേഖലകളിലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. ഇതിനകത്തൊരു കാര്യം കൃത്യമായിട്ട് പറയാം. കത്തോലിക്ക സഭ വളരെ വർഷങ്ങൾക്ക് ശേഷം അവരൊരു നിലപാടങ്ങെടുത്തു, കൃത്യമായൊരു നിലപാടങ്ങെടുത്തു. ഒരു കാരണവശാലും പിണറായി വിജയൻ അധികാരത്തിൽ വരരുത്. അതായത് ഇതിൻ്റെ അകത്തൊരു അജണ്ട ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, BJPയുമായിട്ട് ഒരു രഹസ്യ ഡീൽ, വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരിക എന്നുള്ള BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. പല കണ്ടസ്റ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ പോലുമാണ് പിൻവലിച്ച് അവരെല്ലാം ലെഫ്റ്റിന് അനുകൂലമായിട്ട് പോസ്റ്റുകൾ ഇടുന്നു. സഭ എന്താണ് തീരുമാനമെടുത്തത്? ദീപിക പത്രസഭയുടെ മൗത്ത് പീസ് തന്നെയാണ്. അതേപോലെ തന്നെ സഭ, അതായത് കാത്തലിക് സഭ പ്രധാനമായിട്ടുള്ള മധ്യ കേരളയിൽ, അതേപോലെ തന്നെ തൃശ്ശൂർ ആ മേഖലയിലും വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു. UDFന് മാത്രമേ വോട്ട് ചെയ്യാവൂ. സഭയുടെ സീനിയർ മെത്രാന്മാരും ഒക്കെ സഭയുടെ മഠങ്ങളിലും അവിടെയൊക്കെ കൃത്യമായിട്ട് അവരുടെ ബന്ധുക്കളും പള്ളികളിലും അറിയിക്കേണ്ടവരെ വളരെ കൃത്യമായിട്ട് അവർ അറിയിച്ചു. ഒരു കാരണവശാലും BJP-ന്നൊരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല. അതായത് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരണം. അതൊരു താക്കീതുമാണ് BJPക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും അറിയുന്നത്, ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായത് ഷോൺ ജോർജും PC ജോർജുമാണ്. എന്താ ഒരു പൊട്ടിത്തെറിക്കാൻ കാരണം? കാരണം അവർക്കും കൃത്യമായിട്ട് മനസ്സിലായി അവർ 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്തോട്ടാണ് പോകുന്നത്. അതായത് അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലോട്ടങ്ങ് പോവുകയാണ്. കാരണം കാത്തലിക് സഭയുടെ വിശ്വാസികൾ അവർക്ക് വോട്ട് ചെയ്യും. പഴയ വിരോധമൊന്നുമില്ല. FCRA വലിയ ഇഷ്യൂ ആണ്. നോർത്ത് ഇന്ത്യയിലെ ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്നതും ദുർഗിഷ്യും വലിയ ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ ഇൻഡോറിൽ അത് അടുപ്പിച്ച് 2 ദിവസം മുമ്പ് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മെത്രാൻ പരസ്യമായിട്ട് പറയുന്നു, ഇനി കന്യാസ്ത്രീകൾ അവരുടെ മതവസ്ത്രം ധരിച്ച് പുറത്തോട്ട് പോകരുത്, കൂട്ടമായിട്ട് പുറത്തോട്ട് പോകരുത്. ഇതൊക്കെ കാത്തലിക് സഭ ഈ പറയുന്ന ഷോൺ ജോർജും PC ജോർജും ഈ പറയുന്ന ക്രൈസ്തവർ ഉൾപ്പെടുന്ന BJP നേതാക്കൾ വിചാരിച്ചോ ഇതൊക്കെ തമാശയായിട്ട് എടുക്കുവാണെന്നാണോ? ആദ്യം മനസ്സിലാക്കുക, കേരളത്തിലെ ക്രൈസ്തവർ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഇന്ത്യയിലും ലോകത്ത് മുഴുവനും മിഷൻ വർക്കുകളിൽ പങ്കാളികളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതിനിടയ്ക്ക് ഷോൺ ജോർജും PC ജോർജും ത്രെട്ട് കൊടുക്കുന്നു, ഇനി കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ അവർ ഇടപെടുത്തില്ല. BJP RSS ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ് ഈ കാത്തലിക് സഭ. അവർ ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ഈ സംഭവം മിഷൻ പ്രവർത്തനം നടത്തുന്നുമുണ്ട്. ഏറ്റവും റിസ്കി ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും, നൈജീരിയ നടത്തുന്നില്ല, കേരളത്തിൽ ഇത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നടത്തുന്നില്ല, ഉണ്ട്. ലോകത്തെല്ലായിടത്തും നടത്തുന്നുണ്ട്. ഈ മലയാളികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും വലിയ ത്രട്ടൊന്നും അല്ലല്ലോ ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ അറിയാം അവർക്ക്. അവർ ഈ പറയുന്ന PC ജോർജും ഷോൺ ജോർജും ഒന്നും പഠിപ്പിക്കുകയൊന്നും വേണ്ട. കാരണം നിങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ദുർഗലാരാ ഉണ്ടാക്കിയത്? ഈ പറയുന്ന അവിടുത്തെ ബജറാംഗിലും BJPക്ക് RSSകാരിലെ ഉണ്ടാക്കിയത്. ഇൻഡോറിലാരാ ഉണ്ടാക്കിയത്? എന്നിട്ട് നിങ്ങൾ എന്ത് രക്ഷിച്ചെന്നാ ഈ പറയുന്നേ? നോൺസെൻസ് അല്ലേ പറയുന്നത്? അല്ലെങ്കിൽ വേറെ ആൾക്കാരില്ലേ ഇവരെ നോക്കാൻ? ഇവർ മാത്രമാണ് ഇവിടെ കേരളത്തിലെ ഉണങ്ങിയ 2 BJP നേതാക്കൾ പോയിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. നോൺസെൻസ്. ഇതൊക്കെയാണ് ധാരണ. ഇവർ ഈ പറയുന്ന കോട്ടയം ജില്ലയിലുള്ള 2 പേര് വിചാരിച്ചിട്ടാണ് ഇന്ത്യയിലെ മുഴുവനും കാര്യങ്ങൾ കാത്തലിക് സഭ നടത്തുന്നുള്ള ധാരണയാണ്. അവരൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ പേരുണ്ടാകുന്നതിന് മുമ്പ്, ഭാരതം എന്ന് പേരുണ്ടാകുന്നതിന് മുമ്പും ഇന്ത്യയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സഭയാണ് കാത്തലിക് സഭ. അവർക്ക് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്.
അപ്പൊ അവരെ നിങ്ങളൊന്നും കയറി പഠിപ്പിക്കാൻ, ഇവിടുത്തെ BJPയുടെ കാത്തലിക്സ് ആയിട്ടുള്ളവർ കയറി പഠിപ്പിക്കാനൊന്നും പോകുമെന്നും വേണ്ട. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ പറയുന്ന കാത്തലിക് സഭയെ പഠിപ്പിക്കാനൊന്നും പോകണ്ട. ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനിയെ പഠിപ്പിക്കാൻ പോകണ്ട. നിങ്ങളെക്കാളും വെൽ നോളജാണ്, തറവിലി കാര്യങ്ങൾ അറിയാം, ഇന്ത്യയെ പറ്റി അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റി വലുതായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വാചകങ്ങളൊക്കെ അടിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രതിഫലനം എന്താ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ ഇലക്ഷനിൽ? കൃത്യമായിട്ട് പറയാം, ലാൻഡ് സ്ലൈഡാണ്. ഒരു ഭാഗത്ത് മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി, ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ക്രൈസ്തവ വോട്ടുകൾ. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ ഷോൺ ജോർജിൻ്റെയും ഈ നമ്മുടെ PC ജോർജിന് ഞാൻ നേരത്തെ വീഡിയോ രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതേപോലെ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ ഇപ്രാവശ്യം തിരുത്തും പൂർണ്ണമായിട്ട്. അവിടെ എവിടെയും BJP അട്ടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റും. അവിടെ മുഴുവനും UDF തൂത്തുവാരും. അത് LDFനും പിണറായി വിജയനും കൊടുക്കുന്നൊരു താക്കീത് കൂടിയാണ്. കാരണം ഈ BJPയുമായിട്ട് ഡീലുണ്ടാക്കി. ആ ഡീലിനെ ഒന്നും കേരളത്തിലുള്ള ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. BJPയിലുള്ള സാധാരണക്കാരൻ ഈ ഡീലിനെ അക്സെപ്റ്റ് ചെയ്യുമോ? ശബരിമലയായിട്ട് നടത്തിയ ഡീലിനെ അക്സെപ്റ്റ് ചെയ്യുമോ? ഒരു സാധാരണ ഒരു ഹിന്ദു വിശ്വാസി ഈ പറയുന്ന പിണറായി വിജയനുമായിട്ടുണ്ടാക്കിയ ഡീലിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അവർ പിണറായി വിജയനെ കാണുന്നത് ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് പൊളിറ്റിക്കൽ എനിമി തന്നെയാണ്. കോൺഗ്രസിനേക്കാളും പൊളിറ്റിക്കൽ എനിമിയായിട്ട് പിണറായി വിജയനെയാണ് കാണുന്നത്. ജപയാത്ര, സ്ത്രീ പ്രവേശനമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് നടത്തിയ ലാത്തി ചാർജ്, എത്രയോ സ്ത്രീകൾക്കാണ് അടിയേറ്റത്, എത്രയോ പേർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തു. ഇതെന്താ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുമോ? പെട്ടെന്ന് BJP ഇതൊക്കെ അങ്ങ് മറക്കുകയാണ്. എന്നിട്ട് CPMനെ അണ്ടർ കറണ്ടിൽ കൂടെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. അതാണ് BJPയുടെ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം 2020 കുന്നത്തുനാട് നമ്മുടെ സാബു ജേക്കബ്, ഹീസ് എ കംപ്ലീറ്റ് ഫെയിലിയർ. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പറഞ്ഞു, അയാൾക്ക് പല പഞ്ചായത്ത് നഷ്ടപ്പെടും. അയാളുടെ സ്വന്തം പഞ്ചായത്ത് അവിടെ തന്നെ നേരത്തെ വോക്ക് ഓവർ, വേറെ ആരും പ്രതിപക്ഷമില്ല, അതുപോലും പോയി. അതായത് പ്രതിപക്ഷം ഉണ്ടായി. ഇപ്രാവശ്യം സാബു ജേക്കബിന്റെ വാട്ടർലൂ ആണ്. കുന്നത്ത് ആള് സാബു ജേക്കബ് 2ാമതോ 3ാം സ്ഥാനത്തൊക്കെ പോകും. അവിടുത്തെ വോട്ടിംഗ് എടുത്ത് നോക്ക്. അത് കാരണം എന്താ? അവിടെ സാബുവിന്റെ വോട്ട് ബാങ്ക് എന്തുവാ? ബേസിക്കലി സാബു ജേക്കബിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആണ്. സാബു മാറിയതും ആ ടൈമിംഗ് ആണ് പ്രധാനപ്പെട്ട. കാരണം ഈ പറയുന്ന ക്രിസ്ത്യൻസിന്റെ അറ്റാക്ക് ഉണ്ടായ സമയം, പിന്നെ സാബു ജേക്കബ് കൊണ്ട് കുറച്ച് സിനിമാ നടികളെയും കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, കുറച്ച് സ്ത്രീകളെയും കൊണ്ട് നിർത്തി. ഇതൊന്നും മലയാളികൾ അത്ര വെറും മണ്ടന്മാരൊന്നുമല്ല. സാബു നിന്നേക്കാൾ ബുദ്ധിയുണ്ട്. മലയാളിക്ക് രാഷ്ട്രീയം അറിയാം, നിനക്കത്രയും അറിയത്തില്ല. അതാണ് നിന്റെ പ്രശ്നം. കുറച്ചുകൂടെ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യണ്ട. അതിൻ്റെ അകത്ത് വില കൊടുക്കാൻ പോകുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ. അയാളുടെ രാഷ്ട്രീയം ഇതോടുകൂടെ തീർന്നു. അയാൾ ഈ നിയമത്തും കൂടെ തോറ്റ് BJP 0 സീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും രാജീവിന്റെ അടുത്ത പൊളിറ്റിക്കൽ ഫ്യൂച്ചർ? തൽക്കാലം ഡൽഹിയിലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ച് ബാംഗ്ലൂർ പഴയ ജൂപിറ്ററുമായിട്ട് പോയിരിക്കും. അയാളുടെ രാഷ്ട്രീയം ഇതോടെ തീർന്നു പോകും. സാബുവിന് മെച്ചമാണ്. കാരണം 5 പണം മുടക്കിയില്ല, 5 രൂപ പോലും 5 പൈസ പോലും മുടക്കിയില്ല. സഹായിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു, അതായത് BJP ഉണ്ടായിരുന്നു. അതായത് സാബുവിന്റെ പൊളിറ്റിക്കൽ ലൈഫും ചോദ്യചിഹ്നമായി. അതായത് സാബുവിനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. കാരണം പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്നവർ, അവർ പോലും ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോയി. കാരണം സാബുവിന് സാബുവിന്റെ സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അതുകൊണ്ടാണ് സാബുവിന്റെ സ്വന്തം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സാബുവിനെ വിട്ടൊഴിഞ്ഞു പോയത്. അതായത് സാബുവിന്റെ പൊളിറ്റിക്കൽ ഡിസാസ്റ്ററാണ് ഈ ഇലക്ഷനോടുകൂടി 2026 സംഭവിക്കാൻ പോകുന്നത്. സാബുവിന് വേറെ ഓപ്ഷനൊന്നുമില്ല, എവിടെയെങ്കിലും പോയേ മതിയാവത്തുള്ളൂ. പക്ഷെ എടുത്ത തീരുമാനം പൊളിറ്റിക്കൽ ഡിസാസ്റ്ററിന്. സാബു ബന്ധമുണ്ടാക്കി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അമിത്ഷായോട്ടൊക്കെ ബന്ധമുണ്ടാക്കി. അത് സാബുവിന് അഡ്വാൻറ്റേജ് അയാളുടെ ബിസിനസ്സിന്. ബാക്കി രാഷ്ട്രീയം സാബുവിന്റെ 2020 അതിന്റെ പാർട്ടി ഇതോടെ തീരുകയാണ്. അതായത് BJPയുടെ കൂടെ അതും ബറീഡായി മാറി. കാരണം 5 വർഷം UDF അധികാരത്തിൽ വരികയാണ്. പിന്നെ 5 വർഷം കഴിയുമ്പോൾ നോർമലായിട്ട് LDF അധികാരത്തിൽ വരും. പിന്നെ BJP അവിടെ പോയി കൃത്യമായിട്ട് വീണ്ടും ആവർത്തിക്കുക. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടത്തില്ല. കാരണം കേരളത്തിൽ തരംഗമാണ് അടിച്ചിരിക്കുന്നത്. ആ വേവിലെല്ലാം തകർന്ന് നാശമായിട്ട് പോകും. അതിലേറ്റവും
സംഭവം എന്ന് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളാൻ, അതായത് BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വെടി തീരുകയാണ്. പല BJP നേതാക്കളും ഫോണിലൊക്കെ സംസാരം അവർ തന്നെ പറയും അവർ UDF വോട്ട് കൊടുത്തേ. BJPയുടെ ലോക്കൽ നേതാക്കൾ അവർ തന്നെ UDF വോട്ട് കൊടുത്തേ. നമുക്ക് ഏറ്റവും വലിയ തമാശ ഏറ്റുമാനൂരും ഈ പറയുന്ന തൃപ്പൂണിത്തറയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കാണ് വോട്ട് കൊടുത്തത്. അവർക്ക് വോട്ടുണ്ടല്ലോ. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ചത് അവർക്ക് വോട്ടുണ്ട്. കാരണം അവിടെ ഒരു നല്ല കാൻഡിഡേറ്റ് നിർത്തി ജയിച്ചു പോയേനെ. ഒരു സാബു ആണെങ്കിൽ നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തുക. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സിനിമാ നഗരം അതേപോലെ ഏറ്റുമാനൂര് ഇവിടെയൊക്കെ കൊണ്ടു നിർത്തിയ നോൺസെൻസ് കാൻഡിഡേറ്റ് ആണ്. അതിന് ആരാണ് സമ്മതം കൊടുത്തതെന്ന് എനിക്കറിയാം. എന്ത് സ്ട്രാറ്റജിയാണ് ഇത് പറയുന്നത്? ഇത് തമിഴ്നാടോ UP ഒന്നും അല്ല. ഇത് പച്ച കേരളമാണ്. മലയാളികൾക്ക് ശരിക്കും വോട്ട് ചെയ്യാൻ അറിയാം. അതായത് ഒരു കാരണവശാലും CPM BJP വിചാരിച്ചില്ല കാത്തലിക് സഭ ബ്ലോക്ക് ആയിട്ട് UDF വോട്ട് ചെയ്യുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന LDFന്റെയും BJPയുടെ വെടിയാണ് തീർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തെന്ന് പോകും. അതായത് BJPയുടെ ഒരു പോസിബിൾ ചാൻസ് ഉണ്ടായിരുന്നു ഫ്യൂച്ചറിൽ തിരിച്ചു വരിക, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. ആ രീതിയിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയം മാറ്റി എഴുതിയ 2026 ഇലക്ഷൻ. അതായത് മനസ്സിലാക്കുക, കേരളത്തിലുള്ള ക്രൈസ്തവരെ ഒന്നും വഹിക്കാൻ BJP വളർന്നിട്ടൊന്നുമില്ല. അതതിൻ്റെ കാര്യം. നിങ്ങൾ മുഖാന്തരമൊന്നുമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവർ ജീവിച്ചിരിക്കുന്നവർ ജോലി ചെയ്യുന്നതും മിഷൻ വർക്ക് ചെയ്യുന്നതും. അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് ബേസ് ഉണ്ട്, അവർക്കധികം അറിയാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം. അല്ലാതെ PC ജോർജിൻ്റെയോ ഷോൺ ജോർജിൻ്റെയോ അനൂപ് ആന്റണിയുടെ സപ്പോർട്ടൊന്നും വേണ്ട. അതുമായിട്ട് കറങ്ങി നടക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ അവരുടെയും സപ്പോർട്ട് വേണ്ട. അവർക്ക് ബേസ് ഉണ്ട്, അവരത് ചെയ്യുകയും ചെയ്യും. അത് ആരെതിർത്താലും, ലോകത്താരെതിർത്താലും അവരുടെ മിഷൻ പ്രവർത്തനം അവർ പൂർണ്ണമായിട്ടും കൊണ്ടുപോകും. അതവർ കേരളത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവരൊന്നും തൊടാനൊന്നും യോഗ്യതയില്ല നിങ്ങൾക്ക്. കാരണം എല്ലാ രാഷ്ട്രീയവും നിങ്ങൾ PC ജോർജിനെ പറ്റി എടുത്തു നോക്കുക. കഴിഞ്ഞ 5 വർഷം 5 രാഷ്ട്രീയ പാർട്ടിയാണ് മാറിയത്. SDPI കാരൻ പോലുമായി മാറി. അയാൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് SDPI പോകത്തില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത്രയേ ഉള്ളൂ അയാളുടെ രാഷ്ട്രീയം. ആ സ്റ്റേറ്റ്മെന്റ് മോശമായി പോയി. ആ സ്റ്റേറ്റ്മെന്റോടുകൂടി അയാൾ മാത്രമല്ല ഏറ്റവും പുറകിൽ പോയി അയാളുടെ മോനെയും കൂടെ പുറകിൽ കൊണ്ടുപോയി. അത് മറ്റുള്ള BJP കാൻഡിഡേറ്റ്സിനെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ബാധിച്ചു. ഇതാണ് PC ജോർജിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ചിലപ്പം ഇതായിരിക്കും അയാൾ അവസാനം മത്സരിക്കുന്ന ഇലക്ഷൻ കൂടി. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇലക്ഷന്റെ അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ PC ജോർജിന് ഈ പാർട്ടി പോലും നിൽക്കാൻ പറ്റുമെന്ന്. ഒരു കാര്യം ആദ്യം BJP മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റിനത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഈ കാത്തലിക് സഭയും ക്രിസ്ത്യൻ സഭകളെയും പിണക്കി നിങ്ങൾക്ക് കേരളത്തിൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അതായത് തൃശ്ശൂർ പോലും BJP ജയിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളോടുകൂടിയാണ്. അവർ പോലും തിരിഞ്ഞു കുത്തുകയാണ് നിങ്ങൾക്കെതിരെ. ഇതോടുകൂടി BJP സംപൂജ്യനായിട്ട് കേരളത്തിൽ മടങ്ങും. ആ ഒരു സ്ഥിതി ഉണ്ടാക്കിയത് നിങ്ങളുടെ തന്ത്രപരമായ നിങ്ങളുടെ ബോധമില്ലായ്മയാണ്. ആ ബോധമില്ലായ്മയാണ് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ തീർത്തും പറയാം, നേമത്ത് പോലും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോകും. നല്ലപോലെ തോറ്റുപോകും. ചെറിയ തോൽവിയൊന്നുമല്ല, വലിയ രീതിയിൽ ജയിക്കുമെന്ന് പറഞ്ഞ കഴക്കൂട്ടത്ത് മുരളീധരൻ പറയുന്നത് 1000-1500 വോട്ടിന് ജയിക്കുന്നു. ഞാൻ പറയാം അവിടെയും തോക്കും. നിങ്ങളിവിടെ നാടാർ വോട്ടുകൾ നോക്കുക. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അവരുടെ പേരുകളല്ല ഹിന്ദു പേരുകളാണ്. അവരെ ഏത് വിശ്വാസിയാണ് നിങ്ങളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്ക്, ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കേരളത്തിലെ സോഷ്യോളജി, സോഷ്യൽ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് നല്ല പഠിക്കേണ്ട ചാപ്റ്ററാണ്. അത് പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരിടത്തും ജയിക്കാൻ പോകുന്നില്ല. ഏറ്റവും ഗുണം കിട്ടുന്നത് പക്ക BJP അനുകൂലികളും പക്ക ലെഫ്റ്റ് അനുകൂലികളും പാർട്ടിക്കാരും ഇപ്രാവശ്യം UDF വോട്ട് ചെയ്തു. അതാണ് ഈ തരംഗത്തിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. അതാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്.